മോനെ എന്തായി കാണിക്കുന്നേ? ആ ചാടല്ലേന്ന് എന്തായി? പറയുന്ന ഒന്ന് കേക്ക. ചുമ്മാ ബലം പിടിക്കില്ല. എന്താ പ്രശ്നം? എന്താ എടാ മോനെ, എടാ ചാടല്ലേ, പറയുന്ന കേക്ക. ഞാൻ പറയുന്ന എന്താണെങ്കിലും നമുക്ക് ശരിയാക്കാം. നീ പറയുന്ന കേക്ക. പോട്ടെ പോട്ടെ, നീ ഇവിടെ ഇരിക്ക. ഞാൻ പറയുന്ന കേക്ക മോനെ. മോനെ പോട്ടെ, സാരമില്ല. പോട്ടെ പോട്ടെ മോനെ, നീ ബാ. പോട്ടെ ബാ, കരയല്ലേ, ബാ ബാ. എന്താ നിന്റെ പേര്? എന്താ നിന്റെ പ്രശ്നം? എന്തിനാ നീ ചാടാൻ പോയേ? പറയുമോനെ, എന്താ പ്രശ്നം? ഹലോ, മോനെ കരയണ്ട. മമ്മി വിഷമിക്കില്ലേ? മമ്മി ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ വരില്ലായിരുന്നു. അപ്പൊ പപ്പ? നീ എന്നെ എടുക്കുവാ അവിടെ? ഞാൻ പഠിക്കുവാ അപ്പാ. എന്നത് പഠിക്കുവാ? നീ പഠിക്കുന്നു. നീ പഠിച്ച് ഡോക്ടറായിട്ട് വേണ്ടേ എനിക്ക് ചെലവിന് തരാൻ? ഓടാ, പോയി തീപ്പെട്ടി എടുത്തിട്ട് വേടാ. പറഞ്ഞു തന്നില്ലടാ, പോയി തീപ്പെട്ടി എടുത്തിട്ട് വേടാ. നിന്നെ ഞാൻ മമ്മ മരിച്ചതിന് ശേഷം ഡാഡി കുടിക്കാതെ വീട്ടിൽ വന്നിട്ടേ ഇല്ല. എന്നെ ഇടിക്കുകയും തൊഴിക്കുകയും ചെയ്യാത്ത ദിവസങ്ങളില്ല. അപ്പാ, ഇന്നെന്റെ ബർത്ത്ഡേ ആ. ഞാനെന്ത് വേണം? കൂട്ടുകാർക്കൊക്കെ മുട്ടായി മേടിച്ചു കൊടുക്കാൻ ഒരു 50 രൂപ വേണമായിരുന്നു. 50 രൂപ? നിന്റെ ശവപ്പെട്ടി വാങ്ങാൻ വേണമെങ്കിൽ ഞാനൊരു 50 രൂപ തരാം. പോടാ, പോ മെനക്കെടുത്താണ്ട്. ശല്യങ്ങളാണല്ലോ. മനസ്സമാധാനത്തോടെ ഞാനും ഉറങ്ങിയിട്ട് മാസങ്ങളായി. ഒരു നേരമെങ്കിലും കഴിക്കാൻ പല ദിവസങ്ങളിലും ഒന്നും കിട്ടാറില്ല. ഞാനെന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ഈ ഭൂമിക്ക് ഭാരമായി. ചാകണം, എനിക്ക് ചാകണം. അതോടെ എല്ലാം അവസാനിക്കുമല്ലോ. മോനെ, നിന്റെ വിഷമങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ മരണം കൊണ്ട് എല്ലാം അവസാനിക്കുമെന്ന് നീ കരുതരുത്. ഒരു ദിവസം പപ്പയും കൂട്ടുകാരും വീട്ടിൽ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീയേ പോയിട്ട് ഒരു ഹാഫ് ഒരു ഫുൾ എംഎച്ച് വാങ്ങിച്ചോണ്ട് വാ. ഇല്ല, എനിക്ക് പറ്റില്ല. പോയി എനിക്ക് പറ്റില്ല. ഇവിടെ വന്നിരിക്കുന്നേ, നമുക്കൊരു വേണ്ട 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 അങ്കിൾ, പ്ലീസ് വേണ്ട. എന്നോട് പറഞ്ഞ കേൾക്കാൻ പാടില്ല.
എൻ്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കരയേണ്ടി വരില്ലായിരുന്നു. എനിക്കിനി വീട്ടിലേക്ക് പോകണ്ട. ഞാൻ എവിടെയെങ്കിലും പോയി ചത്തോളാം. വേണ്ട മോൻ, ഇനി എങ്ങോട്ടും പോകണ്ട. നമുക്കൊരുമിച്ച് അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോവാം. Happy New Year, my dear friend. ആ വാ വാ, ഇതൊന്നും ഇവിടെ പതിവില്ലാത്തതാ. പക്ഷേ ഈ ന്യൂ ഇയർ ഇതങ്ങനെയല്ലല്ലോ, ഒരു ഗസ്റ്റ് ഉള്ളതല്ലേ. ഹാപ്പി ന്യൂ ഇയർ. വേണ്ടപ്പെട്ടവരെന്ന് പറയാൻ ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലൊരു ന്യൂ ഇയർ രാത്രി സെലിബ്രേഷൻ്റെ ഹാങ് ഓവറിൽ ഒരു ടിപ്പർ ലോറി എന്നെ തനിച്ചാക്കിയിട്ട് പോയി. കോഫി. നിന്റെ ഈ അവസ്ഥ തന്നെയായിരുന്നു എനിക്കും. അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് ഇതാണ്. ഈ ന്യൂ ഇയറിന് എനിക്ക് നിനക്ക് തരാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റും ഇതാണ്. പ്രിയ സുഹൃത്തെ, താങ്കൾ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുകയാണല്ലേ? സ്വാഭാവികമായും നിരാശയുടെ നീർച്ചുടിയിലാവും താങ്കളിപ്പോൾ. ഒരു മടങ്ങിവരവിന് വേണ്ടി പല മാർഗങ്ങളും അവലംബിച്ച് ഒടുവിൽ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് പിടഞ്ഞു വീണ് എല്ലാം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എന്ന അവസ്ഥയിൽ അടുത്ത ചുവട് എടുത്തു വെക്കുവാൻ തെല്ലു വെളിച്ചം കാണാതെ എല്ലാത്തിനും പൂർണ്ണവിരാമം ഇടാമെന്ന ചിന്തയിലാവാം താങ്കൾ. അന്തിമ തീരുമാനമെടുക്കും മുമ്പേ ഒരു നിമിഷം ശ്രദ്ധിക്കൂ. താങ്കൾക്കിപ്പോഴും ആശയ്ക്ക് വകയുണ്ട്. ഇത് തമാശ പറയുന്നതല്ല. താങ്കളെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം താങ്കളെ സ്നേഹിക്കുന്നു. അവൻ താങ്കളെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ മനുഷ്യകരങ്ങളും തളർന്നുപോയേക്കാം, എല്ലാ കാതുകളും കൊട്ടിയടച്ചേക്കാം, എല്ലാ കണ്ണുകളും വെട്ടിത്തിരിച്ചേക്കാം, എല്ലാ അധരങ്ങളും നിശബ്ദമായേക്കാം. എന്നാൽ തളരാത്ത കരങ്ങളും അടയ്ക്കാത്ത കാതും കണ്ണും അധരങ്ങളുമായി സർവശക്തനായ ദൈവം താങ്കളെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ട് താങ്കൾ അവൻ്റെ അടുത്തേക്ക് വന്നുകൂടാ? ഒരു പരീക്ഷണം കൂടെ നടത്തുന്നതിൽ എന്താണ് നഷ്ടം? പക്ഷേ ഇവിടെയും ഉണ്ടൊരു പ്രശ്നം.
ഒരു മനുഷ്യനും സ്വപരിശ്രമം കൊണ്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ കഴിയുകയില്ല. കാരണം ദൈവം വിശുദ്ധനാണ്. മനുഷ്യനാകട്ടെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പാപിയാണ്. ഓരോ ദിവസം കഴിയുന്തോറും മനുഷ്യന്റെ ദുഷ്ടതയും തിന്മയും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച എവിടെയും കാണാം. ഇങ്ങനെ പതിതനായ ഒരു മനുഷ്യന് എങ്ങനെ പരിശുദ്ധനായ ദൈവത്തെ സമീപിക്കുവാനാകും? അതുകൊണ്ടാണല്ലോ ആദ്യ മനുഷ്യനായ ആദവും പാപം ചെയ്തു കഴിഞ്ഞ ഉടനെ ദൈവത്തിൽ നിന്നും ഒളിച്ചോടുവാൻ തുനിഞ്ഞത്. പക്ഷെ ദൈവത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം മനുഷ്യനെ ഒടുവിലെത്തിക്കുന്നത് നിത്യമായ നരകത്തിലാണ്. വിശുദ്ധ ദൈവത്തിൽ നിന്നുള്ള നിരന്തരമായ വേർപാടാണ് നരകം എന്നത്. നമ്മുടെ പരിശ്രമങ്ങൾ കൊണ്ട് ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതൊരു നഗ്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്നേഹവാനായ ദൈവം ഒരു മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുവാൻ തൻ്റെ പുത്രനെ നിയോഗിച്ചത്. ദൈവപുത്രനായ ക്രിസ്തു ഭൂമിയിൽ വരികയും 33 വർഷം പരിശുദ്ധമായൊരു ജീവിതം നയിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, പാപം ചെയ്ത മനുഷ്യൻ അനുഭവിക്കേണ്ട മരണശിക്ഷ ക്രിസ്തു സ്വയം ഏറ്റെടുത്തു. കാൽവറി എന്ന സ്ഥലത്ത് ക്രൂശിൽ ഒരു ശാപഗ്രസ്തനെ പോലെ യേശുക്രിസ്തു മരണം വരിച്ചത് നമുക്ക് പകരമായിട്ടായിരുന്നു. 3-ാം ദിവസം മരണത്തെ പരാജയപ്പെടുത്തി ഉയിർ പ്രാപിച്ച ക്രിസ്തു ഇന്ന് നമ്മുടെ നേരെ കരങ്ങൾ നീട്ടി നിൽക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എനിക്ക് വേണ്ടിയുള്ള ബലിയായിരുന്നുവെന്ന് വിശ്വസിക്കുകയും ആ രക്ഷിതാവിൻ്റെ കരങ്ങളിൽ കൈകൾ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ താങ്കൾക്കൊരു ദൈവപൈതലായി തീരുവാൻ സാധിക്കും. നിത്യജീവന്റെയും സ്വർഗത്തിൻ്റെയും അവകാശിയായി തീരുവാനും കഴിയും. ഈ ലോകത്തിലും വരുവാനുള്ള ജീവിതത്തിലും നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. മറിച്ച് ക്രിസ്തുവിനെ തള്ളിക്കളയുവാനും നിഷേധിക്കുവാനുമാണ്, ഇത്ര ലളിതമായ രക്ഷാമാർഗത്തെ തിരസ്കരിക്കുവാനുമാണ് തീരുമാനമെങ്കിൽ അനന്തമായ മരണാനന്തര ജീവിതം മുഴുവൻ നരകത്തിൻ്റെ അവകാശിയായി തീരേണ്ടി വരുമെന്ന കാര്യവും ഓർപ്പിക്കട്ടെ. സുഹൃത്തെ, താങ്കളുടെ പ്രശ്നങ്ങൾ എന്തുതന്നെയായിരുന്നാലും ക്രിസ്തുവിൽ അതിന് പരിഹാരമുണ്ട്. യഥാർത്ഥ കുറ്റബോധത്തോടെയും അനുതാപത്തോടെയും യേശുവിനെ വിളിക്കുക. അവൻ്റെ ക്രൂശുമരണം തനിക്ക് വേണ്ടിയായിരുന്നുവെന്ന് സമ്മതിക്കുക. യേശുവിനെ കർത്താവും രക്ഷിതവുമായ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുക. ചേട്ടാ, ആ, ഞാനും ഇനി യേശു കർത്താവിൻ്റെ മകനാണ്. നീ ഇപ്പം ഒരു പുതിയ സൃഷ്ടിയാണ്. ഈ പുതുവർഷത്തിൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കും.